നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മാറാടിയിലും വാളകത്തും പൊതുപര്യടനം പൂർത്തിയാക്കി UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ. മാറാടി തോട്ടുങ്കൽ പീടികയിൽ നിന്നും ആരംഭിച്ച പര്യടനം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ഉദ്ഘാടനം ചെയ്തു. UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടിന്റെ പര്യടനം മാറാടിയിലും വാളകത്തും പൂർത്തിയാക്കി. മാറാടി തോട്ടുങ്ക പീടികയിൽ നിന്നും ആരംഭിച്ച പര്യടനത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് സ്നേഹോഷ്മളമായി സ്വീകരണമാണ് ജനങ്ങൾ നൽകിയത്. രാവിലെ സെന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളി സന്ദർശിച്ച് വിശ്വാസികളെ കണ്ട് പിന്തുണ തേടിയതിനെ തുടർന്ന് വിവിധ ഭവനങ്ങളും സ്ഥാപനങ്ങളും സന്ദർശിച്ച ശേഷമാണ് മാത്യു കുഴൽനാടൻ പര്യടനത്തിന് തുടക്കമിട്ടത്. മാറാടിയിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പര്യടനം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും അനുവാദത്തോടെ മാറാടിയുടെ മണ്ണിലേക്ക് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നൂറ് സീറ്റുകൾ നേടി സംസ്ഥാനത്ത് UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ അതിൽ മൂവാറ്റുപുഴയുടെ പിന്തുണ കൂടി ഉണ്ടാകുമെന്ന് സാബു ജോൺ പറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ മൂവാറ്റുപുഴ അടക്കമുള്ള 100ഓളം മണ്ഡലങ്ങളിൽ വിജയിച്ച് കയറാൻ പോകുന്നത് നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ MLA-മാരാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരികയും നമ്മുടെ പ്രിയങ്കരനായ ശ്രീ മാത്യു കുഴൽനാടൻ ആ ഗവൺമെന്റിന്റെ ഭാഗമായി ഒരു സ്ഥാനത്തെത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങളും സമാനതകളില്ലാത്തതാവും. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച്, നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള മൂവാറ്റുപുഴയുടെ ഗതിവിഗതികളെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനം നമുക്ക് മൂവാറ്റുപുഴയിൽ നടത്താനായി കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുതുകല്ല്, ഈസ്റ്റ് മാറാടി പള്ളിക്കവല, കോളനിപ്പടി, ഏഞ്ചൽ വോയ്സ് ജംഗ്ഷൻ, പഞ്ചായത്ത് പടി, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഷാപ്പുംപടി, മണിയംകല്ല്, പാടത്തട്ടാൽ, 4 മൈൽ, വിരിപ്പുകണ്ടം, ഒന്നിയേലി വയൽ കടവ്, കായനാട് റേഷൻ കടപ്പടി, മണ്ണത്തോട് കവല എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണം നൽകിയത്. വാളകത്ത് KPCC ജനറൽ സെക്രട്ടറി IK രാജു പര്യടനം ഉദ്ഘാടനം ചെയ്തു. റാക്കാട് ചെക്ക് ഡാമിൽ നിന്ന് ആരംഭിച്ച പര്യടനം പഞ്ചായത്ത് പടിയിൽ അവസാനിച്ചു. 27 ഇടങ്ങളിൽ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ സ്വീകരിച്ചു. ഇന്ന് ഈ പര്യടനത്തിന്റെ വേളയിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും നൽകിയ ഈ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനത്തോടെ ഉജ്ജ്വലമായൊരു വിജയം നമുക്ക് മൂവാറ്റുപുഴയിൽ നിന്ന് നേടാനാകും. UDF കേരളത്തിലെമ്പാടും വലിയ മുന്നേറ്റം നടത്തുന്ന ഈ സമയത്ത് 10 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സർക്കാർ അധികാരത്തിൽ മടങ്ങി വരുമ്പോൾ അതിൽ മാറാടിയുടെ പങ്ക് ചെറുതല്ലാതെ വലിയൊരു പങ്കോടുകൂടി നമുക്കും പങ്കാളികളാകണം. KM സലീം, KM അബ്ദുൾ മജീദ്, KM പരീദ്, ജോസ് വള്ളമറ്റം, ഷൈസൻ P മാങ്ങഴ, OM സുബൈർ, OP ബേബി, PP ജോളി, ജോളിമോൻ ചുണ്ടയിൽ, VG ഏലിയാസ്, ഷാൻഡി എബ്രഹാം, രജിത സുധാകരൻ, ജിജോ പാപ്പാലിൽ, സാജു കുന്നപ്പിള്ളി, മാത്യൂസ് വർക്കി, KO ജോർജ്, PK മനോജ്, ജെയ്സൺ ജോൺ, സജി T ജേക്കബ്, എബി പോൾ, ജിബി മണ്ണത്തൂക്കാരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം. ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം. NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.